പാലക്കാട് ജില്ലയിൽ വന്ന് മലയാളികളുടെ അഭിമാനമായി മാറി, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാവപ്പെട്ടവന്റെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിൽ ഒരു രാജകുമാരനെ പോലെ വിരാജിക്കുന്ന, ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിക്കൊണ്ട് ഈ രാജ്യത്തിനും ഈ മലയാളക്കരക്കും അഭിമാനമായി മാറിയ പാവപ്പെട്ടവന്റെ പടത്തലവൻ ഫിറോസ് കുന്നംപറമ്പിൽ അവർകളാണ് നമ്മുടെ മാത്തോട്ടൻ എന്ന പ്രദേശത്തേക്ക് ഈ സ്നേഹത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാൻ നിറഞ്ഞ മനസ്സ്. ഔപചാരികമായ ചടങ്ങിലെ ഉദ്ഘാടകനെ പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരും കസേരയിലേക്ക് കയറി ഇരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനായ റസൂൽ ഗഫൂർ അവരുടെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനീയനും ആദരണീയനുമായ ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥി, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവങ്ങളുടെ ജനങ്ങളുടെ മനസ്സിൽ വിരാജിക്കുന്ന പ്രിയപ്പെട്ട രാജകുമാരൻ ഫിറോസ് കുന്നംപറമ്പിൽ അവരുടെ ആദരപൂർവ്വം ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനിയായ ഡോക്ടർ സാൻഡി സജൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി കെ നജ്മ കൗൺസിൽ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പി പി ബീരാൻ കോയ അവരുടെ സ്വാഗതം ചെയ്യുകയാണ്. പി കെ സാനിയ അവരുടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് രാജീവൻ തിരുവച്ചിറ അവരുടെ സ്വാഗതം ചെയ്യുന്നു. CPIM പ്രതികരിച്ചുകൊണ്ട് ദേവരാജൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ MA മുഹമ്മദ് അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി PK ശ്രീശൻ മാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. NC അബൂബക്കർ ഹെൽപ്പിംഗ് ഹാർട്ട് മുഖ്യ രക്ഷാധികാരി അവരുടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ PK അബ്ദുള്ള കോയ ഹെൽപ്പിംഗ് ഹാർട്ട് രക്ഷാധികാരി അവരുടെ സ്വാഗതം ചെയ്യുന്നു. MM ഷംസുദ്ദീൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. അഷ്റഫ് തൊണ്ടിക്കോട് അവരുടെ UAE പാത്തോട്ട പ്രവാസി കൂട്ടായ്മ അവരുടെ സ്വാഗതം ചെയ്യുന്നു. മജീദ് മാസ്റ്റർ നരിക്കിനി അവരുടെ സ്വാഗതം ചെയ്യുന്നു. ശിവരാമകൃഷ്ണൻ അവരുടെ സ്വാഗതം ചെയ്യുകയാണ്. ഹെൽപ്പിംഗ് ഹാർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 4 മാസം മുമ്പേ തുടക്കം കുറിച്ചു. ഈ പ്രദേശത്തിന്റെ ശ്രീ മുഹമ്മദ് ഇക്ബാൽ മാത്തോട്ടം അവരുടെ സ്വാഗതം ചെയ്യുകയാണ്. തുടക്കം കുറിച്ചു. മരുന്നോ ഭക്ഷണമോ ഇല്ലാതെ ഒരാൾ പോലും ഈ പ്രദേശത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം നല്ല ആളുകളുടെ കൂട്ടായ്മ, ഒരു പറ്റം നല്ല മനസ്സുള്ള മനുഷ്യത്വമുള്ള ആളുകളുടെ കൂട്ടായ്മയുടെ സംഘടന ഹെൽപ്പിംഗ് ഹാർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടക്കുന്ന വേദിയാണ്. നമുക്ക് പരിപാടി പെട്ടെന്ന് ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പേ മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചടങ്ങ് തുടങ്ങാം. എല്ലാവരും എഴുന്നേറ്റ് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന് സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീ C മുഹമ്മദ് ഇക്ബാൽ സാന്നിധ്യമായ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ നിറസാന്നിധ്യമായ ശ്രീ മുഹമ്മദ് ഇക്ബാൽ മാത്തോട്ടം അവരുടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. സ്നേഹാദരണീയരായ നാട്ടുകാരെ, ഹെൽപ്പിംഗ് ഹാർട്ടിന്റെ എന്റെ സഹപ്രവർത്തകരെ, സഹഭാരവാഹികളെ, കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ പ്രദേശത്ത് ചെറുതും വലുതുമായ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഹെൽപ്പിംഗ് ഹാർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് പാലിയേറ്റീവ് വിംഗ് എന്ന ഈ കൂട്ടായ്മ പ്രദേശത്തെ നല്ലവരായ ഒരു കൂട്ടം മനുഷ്യരുടെ കൂട്ടായ്മയാണ്. കിടപ്പു രോഗികളായി വീടുകളിൽ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് ഒരു കൈത്താങ്ങായി കാരുണ്യ പ്രവർത്തനം മാത്രം നടത്തിവരുന്ന ഈ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനകളുടെയോ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. തികച്ചും ഒരു സ്വതന്ത്ര സംഘടനയാണ്. പ്രദേശത്തെ സാധാരണക്കാരും ജീവിതം ഉരുപിടിക്കാത്ത കടം വന്നുപോയ ആളുകളുടെ പ്രയാസങ്ങൾ തീർക്കുന്നതിനും സുഹൃത്തുക്കൾക്കും കൂടിയായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ഹെൽപ്പിംഗ് ഹാർട്ട് ചാരിറ്റബിൾ എന്ന സംഘടന. എന്റെ ദൗത്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട്
നമ്മുടെ മുഖ്യ ഉദ്ഘാടകനായ നമ്മുടെ കാരുണ്യ പ്രവർത്തകൻ എന്ന് തന്നെ പറയാം, ഫിറോസ് കുന്നുംപറമ്പിലാണ് ഇവിടെ നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ സംഘടനയ്ക്ക് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ മുഖ്യ രക്ഷാധികാരി മുഖ്യ അതിഥിയായി ഇവിടെ എത്താമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ MP MK രാഘവൻ അവറുകളാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ വേദിയിലുള്ള നമ്മുടെ മീൻസ് ഹോസ്പിറ്റലിന്റെ ഡോക്ടർ സാൻഡി സാജൻ CEO ആഫ്റ്റർ മീൻസിന്റെ മേഡത്തിനും ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. വേദിയിലുള്ള നമ്മുടെ മുഖ്യ രക്ഷാധികാരി NC അബൂബക്കർ സാഹിബ്, അദ്ദേഹത്തിനെയും ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാജീവ് തിരുവച്ചറ, അദ്ദേഹത്തെയും ഈ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ MI മുഹമ്മദ് സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. BJPയുടെ മുഖ്യ പ്രാസംഗികൻ ശ്രീശൻ മാഷയെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രവാസി മാത്തോട്ടം കൂട്ടായ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി അഷ്റഫ് MTയെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ശംസുദ്ദീൻ അവറുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രഷറർ ശിവരാമകൃഷ്ണനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് റസൂൽ ഗഫൂറാണ്. റസൂൽ ഗഫൂറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനു വേണ്ടി ഈ സംഘടനയുടെ പ്രസിഡന്റും ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്തിന്റെ നിറസാന്നിധ്യമായ വി റസൂൽ ഗഫൂർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ഫിറോസ് കുന്നുംപറമ്പിൽ വേദിയിലിരിക്കുന്ന നേതാക്കളെ, സദസ്സിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും. ദൈവത്തിൻ്റെ കടാഗ്രഭാഷം എല്ലാവരിലും വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹെൽപ്പിംഗ് ഹാർട്ട്സ് ഈ പരിപാടി ഒരു ട്രസ്റ്റാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. 1-2 വാക്കുകൾ ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. ഇതൊരു ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനം മാത്രം അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. മതമോ രാഷ്ട്രീയമോ മറ്റു മുഖങ്ങളോ ഇല്ലാത്ത ഒരു സ്വതന്ത്രമായ ചാരിറ്റബിൾ അസോസിയേഷൻ. ജീവകാരുണ്യം മാത്രമാണ് നമ്മുടെ അജണ്ട. ഈ സംഘടന ഏതാനും മാസങ്ങളായി അനൗദ്യോഗികമായി പ്രവർത്തനത്തിലുണ്ട്. ആംബുലൻസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരുന്ന് മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഔദ്യോഗികമായി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഹോം കെയർ പാലിയേറ്റീവ് സർവീസ്, അതായത് വീടുകളിൽ രോഗം കൊണ്ട് സ്ഥിരമായി ബുദ്ധിമുട്ടുന്ന ആളുകളെ വീടുകളിൽ ചെന്ന് ശുശ്രൂഷിക്കുക എന്ന ഒരു സംരംഭം. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. രണ്ടാമത് ഒരു ആംബുലൻസ് 24 hours സജീവമായി സേവനത്തിന് തയ്യാറാവുന്ന ഒരു ആംബുലൻസ് സംവിധാനം. അത് മാത്തോട്ടത്തെ UAE പ്രവാസി സംഘടനയാണ് നമ്മൾക്ക് സ്പോൺസർ ചെയ്തത്. 8-9 ലക്ഷം രൂപയോളം വരുന്ന ഈ വാഹനം അവരാണ് നമ്മൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്നായിട്ടത്. അതിൻ്റെ താക്കോൽ ദാനം ഫണ്ട് ഇന്ന് കൈമാറുന്നതാണ്. ഞാനീ പറഞ്ഞു വരുന്നത് ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനത്തിനിടക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സംഘടനയെ വളരെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റുന്ന നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾക്ക് ഊർജവും അതോടൊപ്പം അതിൻ്റെ ആത്മാർത്ഥതയും തെളിയിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം, ഞങ്ങൾ എന്തിന് സമീപിച്ചാലും ശരി
ആളുകളത് നിസ്വാർത്ഥമായിട്ട് സഹായിക്കുക. ഇക്കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫ്രിഡ്ജ് വേണം, അതായത് റെഫ്രിജറേറ്റർ നമ്മൾ ഓഫീസിലേക്ക്. അത് വാങ്ങുന്ന ഒരാളെ സമീപിച്ചപ്പോൾ ഞങ്ങൾ എക്സാമ്പിൾ പറയാം മനസ്സിലാക്കാം. അപ്പം തന്നെ അതിന് എത്രയാണ് പൈസ എന്ന് ചോദിച്ചു. ആ പൈസ 11,000 രൂപ വേണം. ആ റെഡി എന്ന് പറഞ്ഞ ഒരാളെ ഏറ്റെടുത്തു. ഫ്രിഡ്ജ് വാങ്ങാൻ ക്യാഷുമായി ഷോപ്പിൽ ചെന്നപ്പോൾ ഈ ആവശ്യമാണ്, പാലിയേറ്റീവിൻ്റെ ഒരു ആവശ്യത്തിനാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കും സഹകരിക്കണം, അതിന് പകുതി ക്യാഷ് ഞാൻ തരാം. ആ ഫ്രിഡ്ജിൻ്റെ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ പറയും 6,000 രൂപയ്ക്കാണ് ആ ഫ്രിഡ്ജിൻ്റെ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ഓഫീസിൻ്റെ മുമ്പിൽ വലിയൊരു മരത്തിൻ്റെ കുറ്റി, ഞാൻ വിഷയം സിമ്പിളായിട്ട് പറയും, അത് മാറ്റാൻ വേണ്ടിയിട്ട് 4,000 രൂപയോളം വരും JCB വെച്ച്. പക്ഷേ JCBൻ്റെ ആ പണി കഴിപ്പിച്ചു. പണി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിന് ഫ്രീ കൊടുക്കാൻ സേവനത്തിന് തയ്യാറാവുന്ന ആളുകളാവുമ്പോൾ നമുക്കും ചെറിയൊരു സംരംഭം, ഒരു ഹെൽപ്പിങ്ങൾക്ക് വേണ്ടേ, 5 പൈസ വാങ്ങാതെ അവരാ സഹായിക്കും. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ വെച്ചാൽ, സമൂഹം നമ്മളോട് എല്ലാ കാര്യത്തിലും, ഫർണിച്ചറിന്റെ കാര്യത്തിലും ബിൽഡിങ്ങിന്റെ കാര്യത്തിലും, ഒരു ബിൽഡിംഗ് നമുക്കൊരു ഓഫീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മാത്തോട്ടത്തെ മസ്ജിദ് കമ്മിറ്റി സമീപിച്ചപ്പോൾ ഇതിനല്ലാതെ പിന്നെ എന്തിനാ ഓഫീസ് കൊടുക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു വാടക തരിക, എന്തെങ്കിലും അഡ്വാൻസ്, അത് ഞാൻ പള്ളി കമ്മിറ്റി അല്ലേ എന്ന്. കാരണം ഈ കാര്യം ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമൂഹം ചെയ്തിരുന്ന എക്സാമ്പിളാണ്. പള്ളി കമ്മിറ്റിൻ്റെയോട് ഈ സാഹചര്യത്തിൽ ഞാൻ നന്ദിയും അൽഹംദുലില്ലാ പറയുകയാണ്. ഇത്തരം പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട്, പഞ്ചിപ്പ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മുടെ മുമ്പത്തെ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാട് സ്വപ്നം കാണാം മാത്തോട്ടത്തുകാർക്ക്. അതിന് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. മീൻസ് നമ്മൾ സ്വപ്നം കാണുന്നു, നമ്മുടെ ദേശത്ത് ഒരു സ്കൂള് വേണം. എങ്ങനത്തെ സ്കൂള്? മെന്റലി റിട്ടാർഡ്, അതായത് ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂള് മാത്തോട്ടത്തിൽ ഉണ്ടാവണം. നമ്മുടെ ദേശത്തിന് അത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതാണ് നമ്മുടെ അടുത്ത ഘട്ട പ്രവർത്തനം. അതിന് നാട്ടുകാരുടെ പരിപൂർണ പിന്തുണയും സഹായം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ആ പ്രവൃത്തി സക്സസ് ആക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത്, ഇപ്പം ഞങ്ങൾ നമ്മുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗം ഒഴിഞ്ഞു പോയ സ്ട്രോക്ക് വന്ന് ഒരുപാട് രോഗികളെ നമ്മുടെ നാട്ടിലുണ്ട്. മാറാട് ബീച്ച്, പയ്യാനക്കിൽ, ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ അരക്കാതെ മാത്രത്തൊക്കെ ഉണ്ട്. ഇവർക്ക് സ്ട്രോക്ക് വന്നു പോയാൽ ഓട്ടോറിക്ഷ പിടിച്ച് ആളുകളെ കൂട്ടി മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നൊക്കെ വലിയ പ്രയാസം, സാമ്പത്തികമായി പ്രയാസം വേറെ, ശാരീരികമായി പ്രയാസം വേറെ. ആക്സിഡന്റിലൊക്കെ പെടുന്ന രോഗികൾക്ക് നമുക്കൊരു ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫിസിയോതെറാപ്പി സെന്റർ കൂടി ചെയ്യാം. സ്വപ്നം കാണുന്നു, സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്ന ഉദ്ഘാടകനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലായി പോകുക. അതെന്നെക്കാട്ടി കൂടുതൽ നാട്ടുകാർക്ക് അറിയാം, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ. അപ്പൊ ഞാൻ ഉദ്ഘാടനെ കുറിച്ച് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ നമ്മളോട് ഇങ്ങോട്ട് കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഞാൻ കൂടുതൽ ഇങ്ങോട്ട് ഫിറോസ് കുന്നുംപറമ്പിനെ പറ്റി പറയുന്നില്ല. എനിക്കതാകെ കോഴിക്കോട്ടുകാർക്ക് അറിയാലോ. ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പ്രതിനിധികൾക്കും ഈ പരിപാടി എത്തിച്ചേർന്നതിന് വലിയ സന്തോഷമുണ്ട് എന്നറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടികളെ എത്തിച്ചേർന്ന ഫിറോസ് കുന്നുംപുറത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ അടുത്ത ഘട്ട പരിപാടിയിലേക്ക് എല്ലാവരെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ജയ് ഹിന്ദ്. പാവങ്ങളുടെ പടത്തലവൻ മണിക്കൂറുകൾക്ക് മുമ്പേ ഒരു നോക്ക് കാണുവാൻ ഇവിടെ കൂടി നിൽക്കുന്ന, ആകാംക്ഷയോട് കൂടി കാത്തു നിൽക്കുന്ന നിങ്ങൾക്ക് മുമ്പിലേക്ക് ഏറ്റവും അനുയോജ്യനായ ലക്ഷക്കണക്കിന് പാവങ്ങളുടെ ഹൃദയത്തിൽ ഒരു രാജകുമാരനെ പോലെ, ഒരു കുടുംബത്തെ പോലെ, സഹോദരനെ പോലെ നമ്മൾ കാണുന്ന, നമ്മൾ സ്നേഹം നൽകുന്ന, പ്രാർത്ഥനകൾ നൽകുന്ന, നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്ന ബഹുമാനിയും ആദരണീയവുമായ ഫിറോസ് കുന്നുംപറമ്പിൽ അവരുടെ ആദരപൂർവ്വം ഈ പ്രൗഢഗംഭീരമായ ട്രസ്റ്റിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ പ്രദേശത്തുകാർക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ
റസൂൽ ഗഫൂർക്ക, സ്വാഗതം ആശംസിച്ച സി മുഹമ്മദ് ഇക്ബാൽ മാത്തോട്ടം, വേദിയിലെ ആസ്ട്രോമിൻസിന്റെ CEO ഡോക്ടർ സാൻജി സച്ചൻ, അതുപോലെ എനിക്ക് കുറേ മുന്നേ തന്നെ നല്ല രീതിയിൽ ബന്ധമുള്ള നമ്മുടെ പ്രിയപ്പെട്ട MC അബൂബക്കർക്ക. ഈ അബൂബക്കർക്കാന് നല്ല രീതിയിൽ ബന്ധം എന്ന് പറയുമ്പോൾ നേരിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ മറ്റുള്ളതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും വീക്ഷിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇതിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഹെൽപ്പിംഗ് ഹാർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ്, ഈ ട്രസ്റ്റിന്റെ കുറെ സ്വപ്നങ്ങൾ ഇവിടെ ഇങ്ങനെ വിവരിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു ബിസിനസ് മീറ്റിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ ആ ബിസിനസ് മീറ്റില് അവരുടെ സ്വപ്നങ്ങളാണ് പലപ്പോഴും വിവരിക്കാറുള്ളത്. ആ സ്വപ്നങ്ങളൊക്കെ അത് ആ സംരംഭത്തെ ഒരുപാട് പങ്കെടുക്കുന്നു. ഞങ്ങൾക്കും വേറൊരു ടീം കൂടി സാധ്യത
ഇവിടെ ഹെൽപ്പിംഗ് ഹാർട്ടിന്റെ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് നിരന്തരം ഓരോ വീടുകളിലേക്ക് കയറി ചെല്ലുന്ന ഒരാളാണ്. ഒരുപാട് രോഗികളെ ദിവസവും കാണുകയും അവർക്ക് സാന്ത്വനമേകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേജിലൂടെ ഒരു രോഗിയെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ താഴെ ഒരു പേപ്പർ കട്ടിങ് അതിന്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ കട്ടിങ്ങിൽ പറഞ്ഞത് ഒരുപാട് ഹിറ്റ് പടങ്ങളുടെ നിർമ്മാതാവ് ചികിത്സയ്ക്ക് പണമില്ലാതെ സഹായം തേടുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അതല്ലെങ്കിൽ നമ്മൾ നടന്നു വന്ന വഴിയുടെ പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതിൽ എത്ര പേർ എന്നുള്ളതല്ല, നിങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ എന്ത് നേടി എന്നതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ ചില ആളുകൾക്ക് മാത്രം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് അവകാശപ്പെടാൻ സാധിക്കും. പക്ഷെ മറ്റു പലരും ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്, സമ്പാദിച്ചു കൂട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. പലരും പറയാറുള്ളത് എന്റെ ആവശ്യങ്ങൾ കഴിയട്ടെ, അതല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്, എന്റെ ലക്ഷ്യത്തിൽ എത്തിയതിനു ശേഷം എന്റെ സമ്പാദ്യത്തിൽ അപ്പൊ ഒരുപാട് പൈസ ലാഭമായിട്ട് അല്ലെങ്കിൽ മിച്ചുണ്ടാവും, ആ പൈസ ഞാൻ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് എടുത്തു കൊടുക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അത് അവസാനം വരെയും അത് ആ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുക എന്നല്ലാതെ ഒരു രൂപ പോലും നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് ഞങ്ങളുടെ കുടുംബം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുമ്പോ ചിലപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സഹായിക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തി അതല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ സേവ് ചെയ്തതിന് ശേഷം ചെയ്തോടെ എന്നുള്ളതൊക്കെ തോന്നും. ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്ത് നോക്കാറുണ്ട്. 30, 40, 50, 60 ലക്ഷം രൂപ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോ അതിലൊക്കെ 50 രൂപ, 100 രൂപ, 500 രൂപയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട്. സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയി കഴിഞ്ഞാല് ബാങ്കിന്റെ അവിടുന്ന് മാനേജറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ പറയും സ്റ്റേറ്റ്മെന്റ് എടുത്തു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ മെയിലിലേക്ക് ഞങ്ങൾ അയച്ചു തരാം, ഞങ്ങൾ പുറത്തു പോയിട്ട് എടുത്തോളേം പറയും. കാരണം എന്താണെന്ന് വെച്ചാല് അത് ഇത്ര കെട്ടുണ്ടാവും. കാരണം ഇത്രയും സംഭവം 500, 550, 100 അടിച്ചു വരുമ്പോ അത്രത്തോളം പേപ്പറുകൾ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവരത് അങ്ങനെ ചെയ്യൂ, ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയാറ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് ഈ 50, 100 രൂപയും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ള ആളുകളൊക്കെ പലതും വെട്ടിപ്പിടിക്കാൻ നടക്കുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മാറ്റം അത് അതിന്റെ സ്വപ്നമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞില്ലേ, ഇപ്പോ ആ സ്വപ്നങ്ങൾ നിറവേറ്റുവാനുള്ള ഒരു വലിയ ഒരു ഒരുക്കത്തിലാണ് ഈ സംഘടന. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോ ഞാൻ ഇവിടേക്ക് വരുമ്പോ ഒരു ഉച്ച സമയത്ത് മഞ്ചേരിയിലെ ഒരു വീട്ടിലേക്കാണ് ഞാൻ പോയത്. ആ വീട്ടിലേക്ക് പോയപ്പോ 2 വയസ്സുകാരനായ ഒരു കുട്ടി, അവരെന്നെ കണ്ടപ്പോ ആദ്യം അടുത്തൊന്നും വന്നില്ല. ഞാനാണോ ചെന്നിരുന്നു, എന്റെ മൊബൈൽ കണ്ടപ്പോ അവൻ ഓടി വന്നു, മൊബൈൽ വാങ്ങിച്ച് പിന്നെ അവൻ അതിൽ കളി തുടങ്ങി. പിന്നെ മൂപ്പർ എന്റെ മടിയിലൊക്കെ കയറി ഇരിക്കാൻ തുടങ്ങി, എന്റെ മേത്തൊക്കെ കയറാൻ തുടങ്ങി. അപ്പൊ അവനെ കളിപ്പിച്ചതിന് ശേഷം അവന്റെ അമ്മ വന്നു. അപ്പൊ അമ്മയോട് ചോദിച്ചത് എന്തിനാണ് എന്നെ വിളിച്ചത്, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടിക്ക് ക്യാൻസർ ആണെന്നാണ്. 2 വയസ്സുകാരനായ ഈ മോന് ക്യാൻസർ ആണ്. അപ്പൊ എവിടെയാണ് ക്യാൻസർ എന്ന് ചോദിച്ചപ്പോ ആ അമ്മ പറഞ്ഞത് അവന്റെ കണ്ണിനാണ് ക്യാൻസർ. ആ ക്യാൻസർ ബാധിച്ച ഒരു കണ്ണെടുത്ത് കളഞ്ഞിട്ട് അവിടെ ഡമ്മി ആയിട്ടുള്ള ഒരു കണ്ണിങ്ങനെ വെച്ചു കൊടുത്തിക്കുക. അപ്പൊ ഞാൻ ആ കണ്ണിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, എന്താ ഒരു കണ്ണിങ്ങനെ ഇരിക്കണേന്ന് വെച്ചിട്ട്. അപ്പോഴാണ് അവരത് പറഞ്ഞത്.
പിന്നീട് ആ ക്യാൻസർ മറ്റേ കണ്ണിലേക്കും കൂടി ബാധിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റിന് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ ഒരു റൂമിന്റെ ഒരു വാതിൽ തുറന്നു കാണിച്ച് അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഇടുപ്പിന് ക്യാൻസർ ബാധിച്ചിട്ട് അദ്ദേഹവും അവിടെ കിടക്കാം. ഒരു കുടുംബത്തിൽ 2 ക്യാൻസർ രോഗികളാണ്. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് വന്ന ഒരു ഫാമിലിയുടെ കഥ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും 2 മക്കൾക്കും HIV ബാധിച്ച കഥയാണ്. ആ HIV ബാധിച്ചതിന്റെ കഥ ചോദിച്ചപ്പോ അത് ഭർത്താവോ ഭാര്യയോ മോശമായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു അസുഖമല്ല, മറിച്ച് ഒരു ആശുപത്രിയിൽ നിന്നും ബ്ലഡ് സ്വീകരിച്ചതിന്റെ പേരിൽ ഉണ്ടായ ഒരു രോഗമായിരുന്നു എന്ന് അവരിത് വിവരിക്കണം. അത് വലിയ വിവാദങ്ങളൊക്കെയായി. ഞാനത് സംസാരിച്ചപ്പോൾ UN ആളുകളൊക്കെ വന്ന് എന്നെ കണ്ട് സംസാരിച്ചിട്ട് അത് നഴ്സോ ഡോക്ടറോ അല്ല, അതൊക്കെ ലാബിലെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആരാണെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതായത് ഒരു തലമുറയാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ ആ 2 കുഞ്ഞുങ്ങൾ ആ ഒരു അസുഖം കൊണ്ട് മരിച്ചു പോണതൊന്നുമല്ല വിഷയം. ആ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരില്ലേ HIV ബാധിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ അത് കാണുന്നതല്ലേ, അത്തരത്തിലുള്ള രോഗങ്ങൾ. അതുപോലെ തന്നെ കിഡ്നി രോഗികളുടെ അവസ്ഥയെ കിടന്നു നോക്കുമ്പോൾ ഞാനൊക്കെ പോയി കാണുന്ന ഓരോ വീട്ടുകളിലെ രോഗികളൊക്കെ ഡയാലിസിസ് ചെയ്യാൻ പൈസ പോലും ഇല്ലാതെ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യേണ്ട ആളുകൾ ആ 2 അല്ലെങ്കിൽ 1 ചെയ്തിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നീരെടുത്ത് വേദന സഹിക്കാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഇങ്ങനെ പല രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിന്റെ ഏത് അവയവം പോയാലും ചുരുങ്ങിയത് ഒരു 20 ലക്ഷം രൂപയൊന്നും ഇല്ലാതെ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് ഇന്ന് ചികിത്സ എന്ന് പറയുന്നതാണ് അവന്റെ ഒരു സ്വപ്നമായിട്ട് കാണുന്നത്. പണ്ടൊക്കെ സാധാരണക്കാരൻ വീടില്ലാത്തവൻ വീട് സ്വപ്നം കാണും, അതല്ലെങ്കിൽ രോഗം വന്നവൻ അവന്റെ രോഗം, അങ്ങനെ പല സ്വപ്നങ്ങളുമാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെയാണ്. ഇന്ന് പല ആളുകളും സ്വപ്നം കാണുന്നത് അവന്റെ ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി ആ സമ്പാദിക്കേണ്ട പൈസയെ കുറിച്ച്, ഒരു അസുഖം വരുമ്പോ എങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു സ്വപ്നമാണ് കാണുന്നത്. ഒരു തൊണ്ടയിൽ നാവ് മുറിച്ചൊരു കേസ് മണ്ണാർക്കാട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാവ് മുറിച്ച് താടിയല്ലിലേക്ക് ക്യാൻസർ ബാധിച്ച രോഗിയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറയണത്, ഞങ്ങളൊക്കെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ അപ്പുറത്തിരുന്ന് കരയും. കാരണം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ചേട്ടൻ അപ്പുറത്തിരുന്ന് കരയും. ഞങ്ങൾ വല്ല ജ്യൂസ് പോലെ അടിച്ച് കുറച്ച് വായിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ അസുഖം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പാതി കുറഞ്ഞ നാവ് കൊണ്ട് എന്നോട് പറഞ്ഞു, 2 വർഷം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേൾക്കേ, 2 വർഷം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ഈ പറഞ്ഞ പോലെ അൽഫാമും അതുപോലുള്ള കുഴിമന്തിയും അതുപോലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തേടി പോകുന്ന ഒരു കാലഘട്ടത്തില് അദ്ദേഹം പറഞ്ഞു നല്ല ഭക്ഷണം കഴിക്കുക എന്നാ പറഞ്ഞത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ആ നല്ല ഭക്ഷണത്തിന്റെ പുറകെ പോകുന്ന ആളുകൾക്ക് ഉണ്ടായ ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോ ഈ കാണുന്നതൊക്കെ. എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിയത്. വീടിന് വേണ്ടി ലോൺ എടുത്തിട്ട് വീടിന് തറയിട്ടപ്പോഴേക്കാണ് ആ സമയത്ത് മുപ്പർക്ക് ക്യാൻസർ ആണ് എന്ന് ബോധ്യപ്പെട്ടത്. ആ ക്യാൻസർ രോഗത്തിന് വേണ്ടിയിട്ട് വീടിന് വേണ്ടി കിട്ടിയ പൈസ മുഴുവൻ അദ്ദേഹം ചികിത്സക്കെടുത്തു. അവസാനം കുറെ ഓലയും അതുപോലെ തന്നെ നീങ്ങിക്കൂടി കിടക്കാണ്. ആ വീടാണെങ്കിൽ അപ്പുറത്ത് കാട് പിടിച്ച പോലെ കിടക്കുന്നത്. അപ്പൊ അവരോട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ. ഇതുപോലെ ഞാൻ കണ്ട രോഗികളൊക്കെ അവസാനത്തെ സ്റ്റേജിലാണ്. നാവ് മുറിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൂടി വ്യാപിച്ച രോഗികളൊക്കെ അവസാനം മരണത്തിന് കീഴടങ്ങുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ആ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. ഞാൻ പറഞ്ഞത്, ആ വീട് കിട്ടി താക്കൂര് ഞാൻ കയ്യിൽ തരും, അതുവരെ അത് എത്ര പെട്ടെന്ന് ചെയ്തു തരാൻ കഴിയും അത്രയും പെട്ടെന്ന് ഞാൻ അത് ചെയ്തു തരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ചെറിയൊരു സന്തോഷം കൊടുത്ത് അവിടുന്ന് പോരേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് എല്ലാവരും. നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാര്, സ്ഥലമില്ലാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകൾ, മക്കളെ കെട്ടിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മക്കളൊക്കെ പ്രായപൂർത്തിയായി നിൽക്കുന്ന കുടുംബങ്ങൾ, അത്തരം കുടുംബങ്ങളിലാണ് വരുന്നത്. ഇത്തരം സാധാരണക്കാർക്ക് ഒരു ചികിത്സ കിട്ടാനുള്ള ഒരു സാധ്യത നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് തന്നെ. കോടികൾ മുടക്കി പല ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കേരളത്തിന്റെ പലമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ വലിയ വികസനങ്ങൾ വന്നത് കൊണ്ടൊന്നും സാധാരണക്കാരനൊക്കെ ഒരു ഗുണമില്ല. ഞാൻ നേരത്തെ ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് 100-150 ഓരോ വണ്ടിക്ക് ടോളും വിരിക്കുന്നുണ്ട്. 10-20 വർഷം ടോൾ വിരിക്കുന്നുണ്ട്. ഇത്രയും ഭാഗത്തുള്ള അതല്ലെങ്കിൽ ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് അതിൽ നിന്നും എന്ത് കിട്ടി? പാവപ്പെട്ടവന് വേണ്ടിയിട്ട്
അതുപോലെ തന്നെ ഞാൻ കരിമണൽ ഖനനം നടത്തുന്ന ഭാഗത്തേക്ക് പോയത്. കരിമണൽ ഖനനം നടത്തുന്ന ഭാഗത്ത് സ്വർണത്തേക്കാൾ വിലയുണ്ട് എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയുടെ കരിമണലാണ് അവിടെ നിന്നും ഇത്തരത്തിലുള്ള കമ്പനികൾ ഊറ്റിയെടുത്ത് കൊണ്ടുപോയത്. അപ്പൊ ഇത്രയും കോടിക്കണക്കിന് രൂപ അത് എവിടെ പോയി, അതല്ലെങ്കിൽ ഏത് പാവപ്പെട്ടവന് വേണ്ടി അത് ഇതാക്കിയെന്നത്? ഈ കരിമണൽ ഖനനം നടത്തി അത് കൊണ്ടുപോയിട്ട് അത് ശുചീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ CH സെന്ററിലേക്ക് പോയപ്പോ ആ ഭാഗത്തുള്ള ഒരാള്, ക്യാൻസർ ബാധിച്ച് CH സെന്ററിൽ താമസിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, ഞാൻ താമസിക്കുന്നത് ഇന്ന ഭാഗത്താണ്, അതിന് ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളാണ്, അത് അവിടെ നിന്ന് വരുന്ന ആ റേഡിയേഷന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞപ്പോ അത് ശ്രദ്ധിക്കാൻ പോലും ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നതൊക്കെ കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അത്തരം ആളുകൾക്ക് നല്ല ചികിത്സ കിട്ടാൻ ഒരു സ്ഥാപനം പോലും കേരളത്തിലില്ല. പ്രൈവറ്റ് ആശുപത്രികളുണ്ട്, ലക്ഷങ്ങളുമായിട്ട് പോകണം, വീട് വിട്ടിട്ട് പോകണം, അതല്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ വന്ന് ലൈവ് ഇട്ടിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ച് കയ്യിൽ തന്നിട്ട് അതുകൊണ്ട് പോകണം. അതല്ലാതെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് നടത്താനുള്ള ഒരു സ്ഥാപനം കേരളത്തിൽ എവിടെയില്ല. ഇനി അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഒന്നില്ലെങ്കിൽ മെഷീൻ കംപ്ലൈന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇപ്പൊ ഇതിൽ അങ്ങോട്ട് പോണത് കുറച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കടന്നുകൂടിയെന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. എന്നാൽ ഇതേ ഇന്ത്യയിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഫ്രീ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളൊക്കെ അടുത്ത കാലത്ത് അറിഞ്ഞിട്ടുണ്ട്. ജിപ്മർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ പോണ്ടിച്ചേരിയിലുണ്ട്. ഞാൻ എത്രയോ രോഗികളെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. കിഡ്നി മാറ്റിവെക്കാനൊക്കെ ആ മെഡിക്കൽ കോളേജിൽ വാങ്ങിക്കുന്നത് വെറും 2.5 ലക്ഷം രൂപയാണ്. ബ്ലഡ് റിലേഷനുള്ള ആളുകളാണ് പോകുന്നതെങ്കിൽ വെറും 2.5 ലക്ഷം രൂപ മാത്രം കൊടുത്താൽ മതി. നമ്മളുടെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ 4.5 ലക്ഷം രൂപ കൊടുക്കണം. മെഡിക്കൽ കോളേജിലെ കാര്യം പറയുന്നത്. അത് പ്രൈവറ്റ് ആശുപത്രികളിലാണെങ്കിൽ 8 ലക്ഷം രൂപയാണ്. അത് ആശ്രമം പോലെയൊക്കെയുള്ള ആശുപത്രികളിൽ 5 ലക്ഷം രൂപ വാങ്ങിക്കുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ലിവർ മാറ്റിവെക്കാൻ 25 ലക്ഷം രൂപയാണ് അവര് ഈ പരിപാടിക്ക് വേണ്ടി 25 ലക്ഷം രൂപയാണ് വാങ്ങിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഡോക്ടർമാരെ കാണുമ്പോൾ തന്നെ പേടിച്ചിട്ട് രോഗികൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഓടുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലൊക്കെ മാറ്റം വരണം. ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് ജിപ്മർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ, അത് പോണ്ടിച്ചേരിയിൽ നിൽക്കുമ്പോൾ അതിനെയൊക്കെ മാതൃകാപരമായി കണ്ടുകൊണ്ട് കേരളത്തിലും ഇത്തരത്തിലുള്ള ആശുപത്രികൾ വരണം എന്നത് എന്റെ ഒരു ആഗ്രഹമാണ്. കാരണം നമ്മൾ പോയി കാണുന്ന ഓരോ രോഗികളെയും പോയി കാണുമ്പോൾ എനിക്ക് പറയാനുള്ള സത്യത്തില് നമ്മുടെ നേതാക്കന്മാരൊക്കെ ആദ്യം പോയി കാണേണ്ട ഇത്തരത്തിലുള്ള ആളുകൾ. ഇത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവരെയൊക്കെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ പോണതൊക്കെ നാഷണൽ ഹൈവേ വീതി കൂട്ടാനും, അതല്ലെങ്കിൽ കരിമണൽ നടത്തും, അതല്ലെങ്കിൽ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പിടിക്കാനും കുത്താനും, അങ്ങനെയൊക്കെ പല വീതിക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ താഴെ തട്ടിൽ വേദനിക്കുന്ന ആളുകളെ കാണാത്തത്. നമ്മൾ ആദ്യം നമ്മുടെ സമൂഹത്തില് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു വഴിയാണ്. ആദ്യം രോഗം വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അത് കഴിഞ്ഞ് അതല്ലെങ്കിൽ രോഗം വന്ന ആളുകൾക്ക് വേണ്ടി ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാൻ കഴിയണം. അത് ഏറ്റവും ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ കഴിയണം. അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവണം എന്നത് എന്റെ ഒരു ആഗ്രഹമാണ്. അതെന്തായാലും നടക്കട്ടെ. പല ആളുകളും എന്നെ വിളിച്ചു പറയും, ഫിറോസ് എന്ന ആശുപത്രി മേഖലയിലേക്ക് തിരിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഇതിന് നമുക്കിപ്പോ ഇത് തന്നെ എത്തിപ്പെടണം. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു ആശുപത്രി തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്, നിങ്ങളൊന്ന് കൂടി തരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറയുന്നത് അല്ലേ ഇവരുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു അവരെന്റെ അടുത്ത് വന്ന് ചോദിക്കണേ, ഞങ്ങൾ അസോസിയേഷൻകാരൊന്ന് കൂടിത്തരാൻ പറ്റുമോ, ഫ്രീ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ രീതിക്കൊക്കെ ഞാൻ നിന്ന് കൊടുക്കും. കാരണം ഇന്ന് നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാനും അതിന് സഹായിക്കാനും അതിന് കൂടെ നിൽക്കാനും ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതൊക്കെ നന്മ മനസ്സുകളാണ്, നിങ്ങളെ പോലെയുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വരുന്ന ആളുകൾക്ക് ഞാൻ ഉറച്ച ആ ഒരു വാക്ക് നൽകിയത്. ഇവിടെ വന്നപ്പോ എന്നോട് ചോദിച്ചത്, ഞങ്ങൾ ഇവിടെ രോഗികൾക്ക് വേണ്ടി ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ട്, അതിന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാനും പറഞ്ഞു, ഞാനത് ചെയ്തു തരും. നിങ്ങൾ ആ സമയമാകുമ്പോൾ എന്നെ വിളിച്ചോ, എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. മാനസിക രോഗിയായിട്ടുള്ള ആളുകൾ, മാനസിക രോഗിയായിട്ടുള്ള കുട്ടികളൊക്കെ ഓരോ വീട്ടുകളിൽ പോകുമ്പോ ഓട്ടിസം ബാധിച്ച കുട്ടികളില്ലേ, ഓട്ടിസം ബാധിച്ചവരല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് മെയിനായിട്ട് വേണ്ടത്.
ഒരു കുടുംബത്തില് ഈ ഓട്ടിസം എന്ന് പറയുന്നത് മാറാരോഗം പോലെയാണ്. ഒരു കുടുംബത്തിൽ ഞാനിപ്പോ ഇന്ന് വരുന്ന വഴിക്ക് ഒരാൾ വണ്ടി നിർത്തി പറഞ്ഞത് എന്റെ മോൾക്കും ഓട്ടിസം ഉണ്ട്, ഇപ്പോ ജനിച്ച കുട്ടികളും ആ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഓട്ടിസം ബാധിച്ചു കഴിയുമ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ വേറെ രൂപത്തിൽ വരും. മാനസിക രോഗിയല്ല, അതല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പൊ ഒരു കുടുംബത്തിൽ 1, 2, 3 ആളുകൾ ഞാൻ പോകുന്നിടത്തൊക്കെ കണ്ടിട്ട് ഓട്ടിസം ബാധിച്ച 2 കുട്ടികളുള്ള വീടുകളൊക്കെ, ആകെ 2 മക്കളുണ്ടാവും, 2 കുട്ടികൾ അങ്ങനെയാണ്. ആ രക്ഷിതാക്കളുടെ ഒരു വല്ലാത്തൊരു സങ്കടം എന്താണ് ചോദിച്ചാൽ ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും? ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ മലം എടുക്കാനും അവരുടെ മൂത്രം തുറക്കാനും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനൊക്കെ ഞങ്ങളെ കൊണ്ടാവും. അവരുടെ കാലം, ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യും? അവർ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടും. ഈ തെരുവിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നിരയിക്കേണ്ട ഒരവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞ് പല അമ്മമാരും എന്നെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിന് 100 വട്ടം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ മക്കള് ഇതിലിരിക്കുന്ന ആളുകൾക്ക് നമുക്കൊക്കെ എന്ത് എങ്ങനെ എപ്പോ എന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്കൊക്കെ മക്കളുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരവസ്ഥ വരുമ്പോ ഓരോ രക്ഷിതാക്കൾക്കും അവർക്ക് ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ ഈ ഹെൽപ്പിംഗ് ഹാർട്ടിന്റെ ഇങ്ങനൊരു സംവിധാനമുണ്ട്, എന്റെ മക്കളെ അവർ പൊന്നുപോലെ നോക്കും, നമുക്ക് അവിടെ കൊണ്ടാക്കാം എന്നുള്ള ഒരു തോന്നലുണ്ടാവണം. അതുപോലെ തന്നെ കേരളത്തില് ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർന്നു വരട്ടെ. എനിക്ക് തോന്നുന്നു ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെക്കാളൊക്കെ ഏറ്റവും മികച്ച രീതിയിലാണ് കേരളത്തിലെ ട്രസ്റ്റുകളും ഇതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റികളും ക്ലബ്ബുകളും സംഘടനകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ കേരളത്തിലെ പല ഭാഗങ്ങളിലും പോകുന്ന ആളുകളാണ്, എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ നാടിനെ ഈ സാധാരണക്കാരായിട്ടുള്ള വേദനിക്കുന്ന വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങും തണലുമായി മാറുന്നത് ഇത്തരത്തിലുള്ള സംഘടനകൾ തന്നെയാണ് എന്നതിൽ യാതൊരുവിധ സംശയമില്ല. എന്ത് എമർജൻസി വന്നാലും അപ്പോ ഓടിയെത്തി അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത് ഇത്തരം സ്ഥാപനങ്ങളാണ്. അങ്ങനെ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഓഫീസ് അടക്കം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെടണം. അവർക്ക് കഴിയുന്നതൊക്കെ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ആ സ്ഥലത്ത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് മറ്റുമായിട്ടൊക്കെ അവരുദ്ദേശിക്കുന്ന ഒരു ബിൽഡിങ്ങും അതിന് ബന്ധപ്പെട്ട സാമഗ്രികളൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ആളുകളും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മളൊക്കെ ഒത്തൊരുമിച്ച് നിന്നാലേ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടാവുള്ളൂ. നമ്മുടെ കാലം കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റ് സിനിമയെടുത്ത സംവിധായകന് സംഭവിച്ച കഥയെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഈ ഇരിക്കുന്നതിലൊക്കെ ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. പക്ഷേ നമ്മുടെ കാലം കഴിയുമ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച കോടികളൊക്കെ നമ്മുടെ മക്കള് അത് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകും എന്നൊന്നും പറയാൻ കഴിയില്ല. എന്റെ നാട്ടിലൊരാളുണ്ടായിരുന്നു, ഒരുപാട് വലിയ പൈസക്കാരനാണ്. രാത്രി കിടക്കും, മക്കൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. കാരണം അത്രമാത്രം പൈസ ഉണ്ടായിരുന്നു. അന്നത്തെ വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം കിടക്കുമ്പോൾ കട്ടിലിന്റെ അടിയിൽ പെട്ടിയിലേക്ക് വെക്കും, മക്കള് രാവിലെ എഴുന്നേറ്റ് അത് എടുത്തോണ്ട് പോകും. ഒരു യാദൃശ്യമായിട്ട് പൊളിഞ്ഞു പോയതിനു ശേഷം ആ പൊളിഞ്ഞത് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം മരണപ്പെട്ടു. ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ മക്കൾക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. സമ്പാദിക്കുന്ന തിരക്കിലായതുകൊണ്ട് അതൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവസാനം ഇദ്ദേഹം മരണപ്പെട്ടപ്പോ മക്കളൊക്കെ ആ പൈസ കൊണ്ട് എങ്ങനെയാണോ അവനവന്റെ നാട്ടിൽ ദൂർത്തടിച്ച് ജീവിച്ചത്, ആ ദൂർത്തടിച്ച് ജീവിക്കാൻ പൈസ കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പോ വളരെ മോശമായ രീതിയിലേക്കൊക്കെ ആ മക്കൾ പോകേണ്ടി വന്നു. അങ്ങനെ ഇന്നിപ്പോ ആ കുടുംബം എവിടെയാണ്, അല്ലെങ്കിൽ ആ മക്കൾ എവിടെയാണ് എന്ന് പോലും അറിയില്ല. ഒക്കെ ചിഹ്ന ഭിന്നമായി പല ഭാഗങ്ങളിലേക്കും പോയി. പല ആളുകളും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്തത് ഞാൻ എന്റെ ഓർമ്മയിലുള്ളതാണ് പറയുന്നത്. അത്രത്തോളം മോശമായ ഒരു സാഹചര്യത്തിലേക്ക് ആ കോടീശ്വരനായ അദ്ദേഹത്തിന്റെ ഒരു കുടുംബം തകർന്നു പോയി എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എന്തൊക്കെ തന്നെ സമ്പാദിച്ചു വെച്ചാലും അത് നമ്മുടെ മക്കള് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമ്പാദ്യത്തിന്റെ കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മരണശേഷവും അത് ഓർക്കപ്പെടും എന്നുള്ളതാണ്. നമ്മൾ പല ഭാഗങ്ങളിലും പോകുമ്പോൾ കണ്ടിട്ട് വൃദ്ധസാധനങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ 1, 2 ബ്ലോക്കൊക്കെ അത് ഇന്ന ആളുടെ സ്പോൺസറാണ്, ഇന്ന ആളുടെ സ്പോൺസറാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ പല ആളുകളും ആലോചിക്കാറുണ്ട്. മനസ്സിലെങ്കിലും അവരൊന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒന്ന് ദുആ ചെയ്യും. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു വെച്ചിട്ടാണല്ലോ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയത് എന്നുള്ള ആ ഒരു തോന്നൽ ഓരോ മനുഷ്യന്റെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ താങ്ങും തണലുമായി നിൽക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതെന്താണെങ്കിലും സംഭവിക്കട്ടെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്
ഈ വേദി ഔപചാരികമായി ഇതിന്റെ ഓഫീസും അതുപോലെ തന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. ഇല്ല, പേര് പറയാം, പേര് പറയാം. നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സംസാരിച്ചപ്പോ അതെന്റെ സംസാരം കേട്ടിട്ടൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അങ്ങനെ സംസാരിച്ചതും അപ്പൊ തന്നെ അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്യാനായിട്ട് വന്ന ആളുകളൊന്നുമില്ല. എന്താണെങ്കിലും ഒരു വലിയ ഒരു മനുഷ്യൻ, ഒരു നന്മയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വീട്ടിൽ തന്നെ വരുമ്പോൾ വേണമെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചു വന്നത് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് കൈമാറാൻ വേണ്ടി വന്നത് തന്നെയാണ്. എന്താണെങ്കിലും ഒരു വലിയ ഒരു സംഖ്യ ഈ ഇവര് തുടങ്ങാൻ പോകുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. സ്ഥലം കൊടുക്കാനും കൂടുതൽ ഒരാൾ തരാമെന്ന് പറഞ്ഞത്. അപ്പോ ആ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം 2 ലക്ഷം രൂപയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇനിയും ഇതുപോലെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരണം. എനിക്ക് തോന്നുന്നത് ഈ മാന്തോട്ടം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. കാരണം ഇന്നലെ കൊടുങ്ങല്ലൂരിൽ ഞാനൊരു ആശുപത്രിയിലേക്ക് പോയി. താലൂക്ക് ആശുപത്രിയാണ്. എന്റെ നാട്ടിലും താലൂക്ക് ആശുപത്രി ഉണ്ട്, ഇവിടെയും താലൂക്ക് ആശുപത്രികളൊക്കെ ഉണ്ടാവും. എന്റെ നാട്ടിലൊക്കെ താലൂക്ക് ആശുപത്രികളിലേക്ക് പോയാൽ പനി, ചുമ, ജലദോഷം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രിക്ക് വിടും. ജില്ലാ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാല് അവിടെ കുറച്ചുകൂടി മുന്തിയേ നോക്കുള്ളൂ, ലേശം. അത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്കാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിക്ക് പോയിക്കോളിയും പറയും. പക്ഷേ ഇന്നലെ യാദൃശ്ചികമായിട്ട് ഞാനൊരു ആശുപത്രിയിലേക്ക് പോയി. അവരെന്നോട് പറഞ്ഞത് കൊടുങ്ങല്ലൂരിലെ ആശുപത്രി, താലൂക്ക് ആശുപത്രിക്കാർ എന്നോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്കൊരു കീമോതെറാപ്പി ചെയ്യുന്നതിന് വേണ്ടി ഒരു മെഷീൻ സംവിധാനങ്ങളൊക്കെ എനിക്കറിയില്ല, അപ്പൊ അത് ഒന്ന് വേണം, എനിക്കത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് വാങ്ങിച്ചു തരാം. കാരണം ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുന്നതാണ്. അതിന്റെ ആ സാധനം എന്താന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ അതിന്റെ ഫണ്ട് കൈമാറാനാണ് ഞാൻ പോകുന്നത്. ഞാൻ ആ താലൂക്ക് ആശുപത്രിയിലേക്ക് കയറി ചെന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഒരു മെഡിക്കൽ കോളേജിനും അപ്പുറത്തേക്ക് ഒരു പ്രൈവറ്റ് ആശുപത്രിയുടെ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു താലൂക്ക് ആശുപത്രി. 10ഓളം ഡയാലിസിസ് മെഷീനുകൾ ഇങ്ങനെ നിരത്തിയിട്ടില്ല. ദിവസവും അവിടുത്തെ രോഗികൾക്ക് ഫ്രീ ആയിട്ട്, 1 രൂപ പോലും വാങ്ങിക്കില്ല, എല്ലാം ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ലിവറിലൊക്കെ വെള്ളം നിറയുമ്പോൾ അത് കുത്തിയെടുക്കാൻ അതിന്റെ സംവിധാനങ്ങൾ എനിക്കൊന്നും അറിയില്ല, എന്താണെന്ന് ഡോക്ടർക്ക് അറിയും. അപ്പൊ അങ്ങനെ അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് ഏകദേശം എല്ലാ രോഗങ്ങൾക്കും ഇവിടെ സൗകര്യമുണ്ട്. ഇനി മറ്റുള്ള രോഗങ്ങൾക്ക്, ഓപ്പറേഷനും അതുപോലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ഇനി അപ്പുറത്തൊരു ബിൽഡിംഗ് വരുന്നുണ്ട്, അതുകൂടി ചെയ്യാൻ പോവാണ് എന്ന സൂപ്രണ്ടും ബന്ധപ്പെട്ട MLA ഒക്കെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി. കാരണം അവിടുത്തെ MLA, ഞാൻ അവിടുത്തെ MLA കുറിച്ച് ഞാനൊരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ MLA വരും എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ MLA കാത്തിങ്ങനെ നിൽക്കുക. അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ MLA വരുമ്പോ വട്ടിപത്തൊരു വസ്ത്രം ഇട്ട് ഒരു 3-4 ആൾ കൂടൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ MLA കാത്തിങ്ങനെ നിൽക്കുമ്പോ MLA കാണില്ല. ഞാനിങ്ങനെ പുറത്തുപോയി നോക്കുന്നുണ്ട്, MLA ഇല്ലല്ലോ എന്ന് പറയും. അപ്പൊ അപ്പുറത്തൊരാൾ മുണ്ടും മടക്കിട്ടിട്ട് മതിലിങ്ങനെ നിൽക്കുന്ന ഒരാൾ. അപ്പൊ ഞാൻ MLA എവിടെ വെച്ചപ്പോ ഞാൻ തന്നെയാണ് MLA എന്ന് പറയുന്നത്. അപ്പൊ എന്നാ അങ്ങോട്ട് വരും, നമുക്ക് ആ ലൈവിലൊന്ന് കയറിയിരിക്കാം. എന്താ ഒത്തിരി പേരെന്താ കൊടുങ്ങല്ലൂരിലെ സുനിൽകുമാർ അല്ലെ? സുനിൽകുമാർ MLA ആണ്. അപ്പോ സാധാരണക്കാരനായ ഒരു MLA, അദ്ദേഹവും ആ താലൂക്ക് ആശുപത്രി വികസന സമിതി അംഗങ്ങളും അതുപോലെ തന്നെ സൂപ്രണ്ടും ചേർന്നുകൊണ്ട് ആ താലൂക്ക് ആശുപത്രിയിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പൊ കേരളത്തില് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു താലൂക്ക് ആശുപത്രി അത് കേരളത്തിലല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആ കൊടുങ്ങല്ലൂർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഈ മാത്തോട്ടത്തില് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം, അത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനം, ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥാപനമായിട്ട് അത് മാറണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു ഫിറോസ് ഖാൻ. ദൈവം ഒരുപാട് കാലം സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തത് പ്രൗഢഗംഭീരമായ പരിപാടിയിൽ ഒരു വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ട്രസ്റ്റിന് വേണ്ടി
നമ്മുടെ ഈ പ്രദേശത്തെ പ്രവാസ ലോകത്തെ പ്രയാസങ്ങൾക്കിടയിലും നമ്മളിങ്ങനെ ഒരു ട്രസ്റ്റ് തുടങ്ങിയപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ പ്രവാസികൾ ഈ പ്രദേശത്തെ UAE മാത്തോട്ടം പ്രവാസി കൂട്ടായ്മ ആംബുലൻസിനുള്ള ഫണ്ട് അവര് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ചെക്ക് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നൽകുന്നതിന് വേണ്ടി കൂട്ടായ്മയുടെ സ്ഥാപക ഞാനിപ്പോ ഇവിടുന്ന് പോണതിനുള്ളിൽ ബിൽഡിങ്ങിന്റെ മുഴുവൻ ഫണ്ടാവുന്ന തോന്നുന്നു. അതുപോലെ തന്നെ ഇത് ഞാൻ പേര് പറയും, വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്ന്. അപ്പൊ നമ്മുടെ ബിസിനസ്സിനും കൂടി വേണമല്ലോ. നമ്മള് ഈ പല ഭാഗത്ത് പോകുമ്പോ പല ആളുകളും ഇങ്ങനെ ഇങ്ങോട്ട് വന്നല്ലോ, അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ കാണലില്ല. അപ്പോ ഒരു ബിസിനസ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അങ്ങോട്ടും കൂടി കൊടുക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞിട്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക. കാരണം അവരുടെ കയ്യിലുണ്ടെങ്കിലേ ഇതുപോലത്തെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല, EPK ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി 1 ലക്ഷം രൂപ കൂടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകളെ മുന്നോട്ട് വരട്ടെ, നമുക്ക് തന്നെ തീർക്കാൻ പറ്റുന്ന തോന്നുന്നത്. നല്ല മനസ്സിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കാം. നമ്മുടെ ആംബുലൻസിന്റെ 7 ലക്ഷം രൂപ UAE മാത്തോട്ടം പ്രവാസി കൂട്ടായ്മ. പ്രിയമുള്ളവർ, ഈ നാട്ടിലെ പ്രവാസികൾ, ഈ നാട്ടിലെ പരിപാടി ആയതുകൊണ്ട് ഇവിടെ നിന്ന് പ്രവാസി ലോകത്ത് പോയി അവിടെ ജോലി ചെയ്ത് നമ്മളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിനെ സഹായിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഇവിടുത്തെ സഹോദരങ്ങൾ 7 ലക്ഷം രൂപ ഇവിടെ നൽകുന്നതിന് വേണ്ടി UAE മാത്തോട്ടം പ്രവാസി കൂട്ടായ്മയുടെ സ്ഥാപക നേതാവും ആയിട്ടുള്ള ബഹുമാനായ അഷ്റഫ് തമ്പിക്കാടൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനായ ഫിറോസ്കാരെ ക്ഷണിക്കുന്നു. പ്രവാസികളെ ഒരു ആംബുലൻസ് ഇവിടെ അവർക്ക് സ്പോൺസർ ചെയ്യുന്ന 7 ലക്ഷം രൂപ ചെക്ക് ഏറ്റുവാങ്ങും. അതേപോലെ നമ്മുടെ പാലിയേറ്റീവ് വണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് വണ്ടിയുടെ കീഴിൽ താക്കോൽ ഏറ്റുവാങ്ങുന്നത് വൈസ് പ്രസിഡന്റ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ MM ശംസുദ്ദീൻ അവറുകളാണ് ഏറ്റുവാങ്ങുന്നത്. ഫിറോസ്കാരുടെ പേര്. താങ്ക് യു. ഉപഹാര സമർപ്പണത്തിന് വേണ്ടി, നമ്മുടെ ഈ നാടിന്റെ ഒരു ഉപഹാര സമർപ്പണത്തിന് വേണ്ടി ബഹുമാനായ പ്രസിഡന്റ് റസൂൽ ഗഫൂർ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. പാവങ്ങളുടെ പടത്തലവൻ, നമ്മുടെ ഒക്കെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ, ഒരു അനുജനെ പോലെ നമ്മൾ നോക്കിക്കാണുന്ന ബഹുമാന്യനായ ആദരണീയനായ ഫിറോസ് അവർക്ക് ഈ നാടിന്റെ ഒരു ഉപഹാരം ആദരപൂർവ്വം സന്തോഷത്തോടെ ഈ നാടിന്റെ ഉപഹാര സ്നേഹത്തോടെ നൽകുകയാണ്. അടുത്തതായി സംസാരിക്കുന്ന വേണ്ടി ഈ ഒരുപാട് മണിക്കൂർ നേരം ഇവിടെ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട ഫിറോസ്കാർ, നിവേദനം സ്വീകരിക്കുന്നതിന് വേണ്ടി ആളുകൾ ഇവിടെ ഒരുപാട് നേരം മണിക്കൂറുകളായി കണ്ടവരും ഇങ്ങോട്ട് പോന്നോളൂ. രണ്ടാളുകളൊന്ന് എവിടെ
സംസാരിക്കുന്നത് സാൻഡി സാജൻ അവരുടെ ക്ഷണിക്കുന്നു. ഈ മാന്തോട്ടം എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വന്നതിന് ശേഷം, കോഴിക്കോട് വന്നതിന് ശേഷം ഈ നാട് മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കാണണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ച് അപ്പൊ പറഞ്ഞു ഭയങ്കര തിരക്കാണ്, കോഴിക്കോടൊക്കെ വരുന്നത് വളരെ കുറവാണ്, പക്ഷെ ഭയങ്കര തിരക്കിലാണ് ആള് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഈ ഹെൽപ്പിംഗ് ഹാർട്ട് ചാരിറ്റബിൾ അസോസിയേഷൻ എനിക്ക് തന്ന, അല്ലെങ്കിൽ ആസ്റ്റർ മിംസിന് തന്ന ഒരു അവസരത്തിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി പറയാണ്. ഇത്രയും ആദരണീയനൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഇത്രമാത്രം ഒരു സ്വാതന്ത്ര്യമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായിട്ട് വളരട്ടെ. ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരു മാറ്റം, വലിയൊരു മാറ്റമാണ് എനിക്ക് മനസ്സിൽ തോന്നിയത്. അപ്പൊ എനിക്കറിയാം ഇദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മനസ്സ് ഇതിലേക്ക് വരും എന്നെനിക്ക് തോന്നുന്നതാണ്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് അൻവറും ഇക്ബാലും അഷ്റഫൊക്കെ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനമാണ്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് വിചാരിച്ചു, ഞാനൊക്കെ എത്രയോ ചെറുതാണ്, ആശുപത്രികളൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ ഇരിക്കുക, സമൂഹത്തിലേക്കൊന്നും വരണമെന്നില്ല. ഇവരൊക്കെ എത്രയോ വലിയ മനുഷ്യരാണ്, ഇവരെന്തുമാത്രം സഹായമാണ് പൊതുജനങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ വിളിച്ചതിലും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാൻ വളരെയധികം ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. ആസ്റ്റർ മിംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ശരിക്കും സമൂഹത്തിന്റെ മാതൃക ആയിക്കൊണ്ട് നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാണ്. നിങ്ങൾ എന്ത് ആസ്റ്റർ മിംസിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സഹോദരി അവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഇരിക്കുന്ന സെക്കൻഡ് ഫ്ലോറിലാണ്, ഞാൻ എപ്പോഴും തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരാളാണ്. നിങ്ങൾ വന്ന് എന്നെ അന്വേഷിച്ചു കഴിഞ്ഞ് നിങ്ങൾ മാത്തോട്ടത്തിൽ നിന്നാണ്, ഈ ഹെൽപ്പിംഗ് ഹാർട്ട് ചാരിറ്റബിൾ അസോസിയേഷൻ ആണ് എന്ന് അവിടുന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയണം, ഞാൻ വിളി കേൾക്കും, അല്ലെങ്കിൽ ആസ്റ്റർ മിംസ് വിളി കേൾക്കും. എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, എന്താണെങ്കിലും നിങ്ങൾക്ക് വരാം. പിന്നെ ശ്രീ ഫിറോസ് സാറുടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾക്കും നിങ്ങൾ ചെയ്യുന്ന ഒരു ചാരിറ്റിയുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട്. അപ്പം ഈ ശ്രീ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല്, ഫിറോസിന്റെ ഒന്ന് പേര് പറഞ്ഞാൽ മതി, തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങളോടൊപ്പം ഈ യാത്രയിൽ ഒരു വിളിക്കപ്പുറം കേരളം മുഴുവൻ ഞങ്ങളുണ്ടാവും എന്ന് വിളിച്ചു കഴിഞ്ഞാലും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഈ ചിരി ഈ സംസാരമൊക്കെ കേട്ടിട്ടൊക്കെ എങ്ങനെ കഴിയുന്നതെന്ന് എനിക്ക് ആലോചിക്കുന്നത് സത്യമായിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം കൊടുക്കാൻ കഴിയട്ടെ. എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാം കൊടുക്കാൻ കഴിയട്ടെ. കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് കിട്ടും അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം പഠിച്ചാൽ അല്ലാതെ ഒരുപാട് തരട്ടെ, അന്ന് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് സ്നേഹമായാലും പണമായാലും എന്താണെങ്കിലും കരുണയാണെങ്കിലും നിങ്ങൾക്ക് ധാരാളം കിട്ടട്ടെ, കിട്ടുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഉറച്ചു പറയാണ്. പിന്നെ വേറൊരു കാര്യം, മിംസില്, ആസ്റ്റർ മിംസില് കുറെ ചാരിറ്റബിൾ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ക്യാൻസർ ബാധിച്ച കുട്ടികളുടെ കാര്യം ഇപ്പം ഫിറോസ് അവിടെ പറഞ്ഞു. മിംസില് 1 കോടി രൂപയുടെ ആസ്റ്റർ EM ഫൗണ്ടേഷന്റെ 1 കോടി രൂപയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. 18 വയസ്സിന് താഴെ ക്യാൻസറുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രത്യേകം നീക്കിവെച്ചിരിക്കുന്ന ഒരു ഫണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള കുട്ടികളെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക, ഞങ്ങള് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചികിത്സയ്ക്കൊരു സൗകര്യം ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ ചെറിയ കുട്ടികൾക്ക് ഹൃദയത്തിന് അസുഖമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഹൃദയം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ അതിനൊന്നും ചിലപ്പോൾ അപ്രൂവൽ കിട്ടിയില്ല. എന്റെ മിംസിന്റെ ഭാഗത്തുനിന്ന് 2 ലക്ഷം രൂപ വലിയൊരു ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തു തരും. നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ
ഒരു കുട്ടിയെ അറിയാമെങ്കിൽ നമ്മൾ കൂടുതൽ കുട്ടികളുടെ കാര്യം കൂടുതൽ കാരണം എന്താ പറയാ മുന്നോട്ട് ഒരുപാട് ജീവിതവും അല്ലെങ്കിൽ ഫണ്ടൊക്കെ കിട്ടാനും അല്ലെങ്കിൽ രോഗം ഏറ്റവും കൂടുതൽ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഒക്കെ അസുഖം വരുന്ന കുട്ടികളുണ്ട്. അപ്പം അവർക്ക് നമ്മൾ ചികിത്സാ സൗകര്യം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഞാൻ അധികമൊന്നും പറയുന്നതിൽ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അപ്പം വേറെ ഒരു കാര്യമുണ്ട്, നമ്മള് ആസ്റ്റമിൻസിന്റെ സ്വാന്തനം എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് കാർഡ് ഇന്നിവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ സ്വാന്തനം കാർഡില് 25% നമ്മുടെ എല്ലാ സർവീസും എല്ലാ സർവീസസിലും നമ്മളൊരു കാർഡ്, ഒരു പ്രിവിലേജ് കാർഡ് ഈ ഹെൽപ്പിംഗ് ഹാർട്ട് ചാരിറ്റബിൾ അസോസിയേഷൻ വഴി മാത്രമുള്ള എല്ലാവർക്കും തരുന്നതായിരിക്കും. എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളടുത്ത് വരിക. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഒരു സഹായമായിട്ടുള്ള നിങ്ങളോടൊപ്പം ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഞങ്ങളും ഉണ്ടാകും ഒരു വിളിക്കപ്പുറം. അപ്പം അതുകൂടെ ഞാൻ പറയാണ്. പിന്നെ എന്നെ അല്ലെങ്കിൽ മിംസിനെ, ഞാനെന്ന് പറയുന്ന ആസ്റ്റമിൻസ് ആണ്, മിംസിനെ ഇങ്ങനെ ഒരു അവസരം കൊടുത്ത് ഇതിലേക്ക് ക്ഷണിച്ച പ്രത്യേകിച്ച് എന്നെ വന്ന് കണ്ട അൻവറിനും അല്ലെങ്കിൽ അഷ്റഫിനും ഇക്ബാലിനും പ്രത്യേകം നന്ദി. പിന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നിങ്ങളുടെ എല്ലാം സ്വപ്നം പോലെ ഒരുപാട് ഉയരത്തിലേക്ക് വളർത്തുക. നിങ്ങളെല്ലാവരും ഒരു മാതൃകയായിട്ട്, കേരളത്തിനൊരു മാതൃകയായിട്ട് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം ആളുകളൊന്ന് സൈഡിൽ നിൽക്കുന്ന ആളുകളൊന്ന് ഇന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മുടെ പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ സാൻഡി സജൻ അവർകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഖ്യ രക്ഷാധികാരി NC അബൂബക്കർ അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രിവിലേജ് കാർഡ് ഉദ്ഘാടനത്തിനാണ് ബഹുമാനിയായ ഡോക്ടർ സാൻഡി സജൻ അവർകൾ ഏറ്റുവാങ്ങുന്നത്. ഈ ട്രസ്റ്റിന്റെ മുഖ്യ രക്ഷാധികാരി NC അബൂബക്കർ അവർകളാണ്. ഇരുവരെയും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശ്രീശൻ മാസ്റ്റർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്ന് സൈഡാക്കി കൊടുക്കും, സെന്റർ ഗ്യാപ്പ് കൊടുക്കും, എല്ലാവർക്കും കാണാം. ഗ്യാപ്പ് കൊടുത്തോളൂ, എല്ലാവർക്കും കാണാം. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ ആളുകളെ